ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറൈൻ വേൾഡിലാണ്. നമ്മുടെ ഗുരുവായൂരിനടുത്തുള്ള ചാവക്കാടിലുള്ള മറൈൻ വേൾഡാണ്. ഇതാ മറൈൻ വേൾഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മറൈൻ അക്വേറിയവും പാർക്കും ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ് തന്നെ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. ഇതാണ് അവിടുത്തെ കാഴ്ചകൾ. ഈ മറൈൻ വേൾഡിൻ്റെ അക്വേറിയത്തിൻ്റെ വീഡിയോ തന്നെ രണ്ടായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പാർട്ട് 1 ഇത്. ഇതാ നമ്മൾ നടന്നത് എൻട്രൻസ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 3D വേൾഡ് 16D സിനിമാസ്, 3D അല്ല 16D സിനിമാസ്, പിന്നെ ഒരു ഹൊറർ വേൾഡ്, പിന്നെ നമ്മളെ ഒരു ബേർഡ്സിൻ്റെ ഒരു ഏരിയ, ഒരു മിററിൻ്റെ ഒരു ഏരിയ, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അവർ പറഞ്ഞു അവിടെയല്ല, നമ്മുടെ മറൈൻ വേൾഡിൻ്റെ ബാക്കിലാണെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നു. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഐ ലവ് മറൈൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലവിൻ്റെ സിമ്പലൊക്കെ കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. വി ലവ് മറൈൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോലെ വി ലവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാളുടെ 400 രൂപയാണ് എൻട്രി ടിക്കറ്റ്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. കാർഡ്, QR കോഡ് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ക്യാഷ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മറൈൻ വേൾഡിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നടക്കുകയാണ്. സൈഡിലായിട്ട് ഇരിക്കാനുള്ള ഒരു ഏരിയയൊക്കെ ഉണ്ട്, കഫ്റ്റീരിയ പോലത്തെ ഒരു ഏരിയയൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സൈഡൊക്കെ കവർ ചെയ്ത് വെച്ചേക്കുക. അതൊക്കെ കടന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ ഇപ്പോഴുള്ള ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഈ സൈഡിലേക്കൊക്കെ വരുമായിരിക്കാം. ഈ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തന്നെ അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കുറേ പിക്ചേഴ്സും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഷാർക്കിൻ്റെ രൂപങ്ങൾ, അതുപോലെ തന്നെ ആമയുടെ രൂപമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതാണ് അതിനകത്തേക്ക് കയറി ടിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഫ്ലാഷ് വരുന്ന രീതിയിലുള്ള വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കയറിയപ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടൊരു കാറിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അവിടെ ഒരു നമ്മുടെ പ്രീമിയർ പർപ്പണി കാറിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ കാഴ്ച. അതൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഇതാണ്ട് ഈ പില്ലറിൽ ഒരു പില്ലറൊക്കെ ചെയ്തിട്ട് അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒരു രൂപം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നൊരു രൂപമാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്, മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്.
കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിലാണ് ഫിഷ് സ്പാ നടത്തുന്ന ഒരു ഏരിയ. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇവിടെ സ്പാ ചെയ്യാവുന്നതാണ്. എല്ലാവരും സ്പാ ചെയ്യാൻ വേണ്ടി ആ ഏരിയയിൽ വന്നു. അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ സ്പായുടെ ഏരിയയിൽ കൂടെ പോവാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക സ്പാ ഏരിയയാണ്. വലിയ സ്പാ ഏരിയ, ഇത്രയും വലിയ സ്പാ ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അക്വേറിയം പോലെ തന്നെ വളരെ വലുതാണ് സ്പാ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ സ്പാ ഏരിയയും റെസ്റ്റോറൻറ്റിനെയും കാഴ്ചകളാണ് ഇതിൽ കാണുന്നത്. നമ്മുടെ ആ സ്പാ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഇവിടെ കുറേ പെൻഗ്വിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. അപ്പം അവർ നമ്മളോട് ചോദിക്കും ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് ചോദിക്കും. വളരെ സ്നേഹത്തിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന നമ്പറൊക്കെ തരും. അപ്പോൾ ഇത് വിസിറ്റൊക്കെ കഴിഞ്ഞ് വെളി വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോയ്ക്ക് പേയ്മെൻറ്റ് നടത്തി മേടിക്കണം. ചെറിയ ഫോട്ടോ ആണെങ്കിൽ 150 രൂപയും വലുതിന് 200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളതൊന്നും അറിയത്തില്ല. വരുന്നവരെയൊക്കെ സന്തോഷപൂർവ്വം ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നത് ഫ്രീ ആണ്. പക്ഷേ ഫോട്ടോയുടെ പ്രിൻറ്റിന് ചാർജുണ്ട്. അത് നമ്മൾ കൊടുത്ത് മേടിക്കുക. ആ ഒരു ഏരിയയിൽ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഷാർക്കിൻ്റെ വായൊക്കെ വരുന്നൊരു ഏരിയ. അപ്പോൾ ഈ ഏരിയയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.